അവരിൽ വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, സമരവീര്യം ഉള്ള ഒരു ജനതയാണ്. സ്നേഹിച്ചാൽ അവർ നാക്കിക്കൊല്ലും, എതിർത്താൽ എന്ത് ത്യാഗം സഹിച്ചാലും അവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രക്രിയയ്ക്ക് വേണ്ടി അവർ നിൽക്കും എന്നുള്ളതാണ് ഉറച്ച വടക്കൻ പാരമ്പര്യം എന്ന് പറയുന്നത്. അത് കടത്തനാട് തൊട്ടങ്ങോട്ട് വടക്കോട്ട് കണ്ണൂർ തൊട്ട് അങ്ങ് എട്ടിക്കുളം വരെ നിൽക്കുന്ന അത്ഭുതകരമായ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് ഈ ക്യാരക്ടറിസ്റ്റിക്. അവിടെ ജനങ്ങൾ വളരെ ഡിപ്പെൻഡബിളാണ്. പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾ ഒരിക്കലും നമ്മളെ ചതിക്കത്തില്ല. അവർ കംപ്ലീറ്റ്ലി നമ്മൾ വിശ്വസിച്ചാൽ അവർ ഒരിക്കലും നമ്മളെ വിട്ടവർ പോവുകയില്ല. മലബാറിലെ തീയന്മാർ ഭയങ്കര ഫെറോഷ്യസ് റൈസാണ്. നമ്മളെ സമരമുഖത്ത് അവർ ഒരിക്കലും പിന്മാറുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറ്റിക്കൽ ക്യാരക്ടറാണ്, അവിടുത്തെ ജനങ്ങളുടെ ജനറ്റിക്കൽ ക്യാരക്ടറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പീപ്പിൾ ഇൻ മലബാർ ഓർ പീപ്പിൾ ഇൻ കണ്ണൂർ ബിഹേവ് ലൈക്ക് ദിസ്? ഇതൊരു പോളിസി ഡോസ് എന്ന നിലയ്ക്ക് എന്നെ ചിന്തിപ്പിച്ച ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് ഞാൻ ആ രംഗത്ത് കുറെ ഗവേഷണങ്ങൾ നടത്തി, എന്റേതായ ചില ഗവേഷണങ്ങൾ നടത്തി. അത് അവിടുത്തെ പണ്ഡിതന്മാരെ ആളുകളൊക്കെ പോയി കണ്ട് ചരിത്ര രേഖകൾ സമാഹരിച്ച് എടുത്തു. അപ്പോഴാണ് ഈ കേരളത്തിലെ മറ്റുള്ള ജനങ്ങൾക്ക് അവകാശപ്പെടാനൊക്കാത്ത അത്ഭുതകരമായ ഒരു DNA മിക്സ്ചറാണ് ഈ വടക്കൻ മലബാർ എന്ന് മനസ്സിലായത്. അതിലേറ്റവും ആദ്യത്തത് അവരുടെ ബേസിക് ബ്ലഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നോട്ട് ദ്രവീഡിയൻ, നോട്ട് ആര്യൻ ആൻഡ് നോട്ട് ദി ഒറിജിനൽ ട്രൈബൽ സ്ട്രക്ചർ. അവർ കോലാരിയൻസ് എന്ന് പറയപ്പെടുന്ന ഒരു ജനസമൂഹമാണ്. കാർത്തിവീരാർജുനൻ എന്ന പ്രസിദ്ധനായ രാജാവിനെ പറ്റി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇവരാണ് കോലാരിയൻസ്. അത് ആര്യന്മാർക്ക് മുമ്പ്, ദ്രവീഡിയന്മാർക്ക് ശേഷം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പ്രദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ഒരു ജനവിഭാഗമാണ് ഈ കോലാരിയൻസ്. അവരുടെ ലാസ്റ്റ് കിങ് മരിച്ച കഥയാണ് ഈ കാർത്തിവീരാർജുനെ കൊന്ന കഥയൊക്കെ മഹാഭാരതത്തിൽ പറയുന്ന കഥകൾ. ഈ രാജവംശത്തിലെ ലാസ്റ്റ് പ്രിൻസസ് ഗർഭിണിയായിരുന്ന സമയത്താണ് ആ രാജവംശം നശിപ്പിക്കപ്പെടുന്നത്. ആ രാജകുമാരി, ഗർഭിണിയായ രാജകുമാരി കുറെ സൈനികരെ അങ്ങനെ കൂട്ടി മഹാരാഷ്ട്രയുടെ തീരത്ത് നിന്ന് കപ്പൽ കയറി അല്ലെങ്കിൽ ബോട്ടിൽ കയറി തുഴഞ്ഞ് കണ്ണൂരിന്റെ വടക്കുള്ള എട്ടിക്കുളം എന്ന സ്ഥലത്ത് ഒന്ന് ലാൻഡ് ചെയ്തു. ആ സ്ത്രീ പ്രസവിച്ച കുഞ്ഞാണ് ഈരാമകട മൂവർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അതിനെ സംസ്കൃതത്തിൽ രാമകട മൂഷികൻ എന്ന് പറയും. ഇവര് ഈ കുട്ടി ജനിച്ച് വളർന്നിട്ട് ഒരു ചെറിയ രാജവംശം ആദ്യം ഉണ്ടാക്കി. അദ്ദേഹം ആദ്യം ഉണ്ടാക്കിയ തളി അല്ലെങ്കിൽ തലസ്ഥാനമാണ് രാമൻ തളി എന്നറിയപ്പെടുന്നത്. രാമകട മൂഷികന്റെ പേരിലാണ്. അതിന് തൊട്ടപ്പുറത്തൊരു ഗ്രാമമുണ്ട്. അതിനെ യരമം എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അത് ഈരാമം എന്ന വാക്കിന്റെ ഷോർട്ട് ഫോമാണ്. ഈരാമകട മൂവർ എന്നാണ് അദ്ദേഹത്തിന്റെ മലയാളത്തിലുള്ള പേര്. അതിനകത്താണ് ഈ യരമം അല്ലെങ്കിൽ ഈരാമം എന്ന പേരുണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു തലസ്ഥാന കോട്ട പണിഞ്ഞു. അതാണ് എട്ടിക്കുളത്തുള്ള ഏഴിമല എന്ന് പറയുന്ന കോട്ട. ആ കോട്ട ഉൾപ്പെട്ട പ്രദേശമാണ് ഇപ്പൊ നേവൽ അക്കാദമി എടുത്ത് വളർത്തിയിരിക്കുന്നത്. ഈ ഒറിജിനൽ കോട്ട നശിപ്പിച്ചിട്ടില്ല ഇപ്പോഴും. ഒരു ലൈറ്റ് ഹൌസ് ഒക്കെ ഉണ്ട് അവിടെ. ഇദ്ദേഹത്തിന്റെ രാജവംശമാണ് മൂഷകവംശം എന്ന് പറയുന്ന വംശം. AD 8-ാം നൂറ്റാണ്ട് വരെ ഭരണകർത്താക്കളായിരുന്ന ഈ മൂഷകവംശത്തിന്റെ അത്ഭുതകരമായ ചരിത്രം ആതുലൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മൂഷകവംശം കാവ്യം എന്ന കാവ്യത്തിൽ എഴുതിയിട്ടുണ്ട്. കണ്ണൂരിന്റെ വളർച്ചയിലെ പല പ്രസിദ്ധ ഭാഗങ്ങളും ഈ പുസ്തകത്തിൽ വായിക്കാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ ഈ രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു ശ്രീകണ്ഠൻ. ആ ശ്രീകണ്ഠൻ ഉണ്ടാക്കിയ പട്ടണമാണ് ശ്രീകണ്ഠപുരം എന്ന് പറയുന്നത്. വേറൊരു പ്രസിദ്ധനായ രാജാവായിരുന്നു വല്ലഭൻ. ഈ വല്ലഭന്റെ പേരുള്ള പട്ടണമാണ് വല്ലഭ പട്ടണം. അതാണ് വളർപട്ടണം, വലിയപട്ടം എന്നൊക്കെ ഇപ്പം നമ്മൾ വിളിക്കുന്ന സ്ഥലം. ഈ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് നിൽക്കുന്ന സ്ഥലം. മറ്റൊരു രാജാവിന്റെ പേര്, അദ്ദേഹം ഒരു നദിയുടെ 2 കരകളിലായി ഒരു ടെമ്പിൾ, ഒരു പട്ടണം പണിഞ്ഞു. അപ്പൊ 2 ഭാഗങ്ങളുള്ള ഒരു പട്ടണമായതാണ് ഇരിക്കൂർ. 2 കൂറിലുമുള്ള പട്ടണം. ആ ഇരിക്കൂറാണ് ഇരിക്കൂർ എന്ന സ്ഥലമായി രൂപാന്തരപ്പെട്ടത്. അപ്പൊ ശ്രീകണ്ഠന്റെ പേരിൽ ശ്രീകണ്ഠപുരം, വല്ലഭന്റെ പേരിൽ വല്ലഭപട്ടണം. ഇദ്ദേഹം ഈ രാജവംശം സുബ്രഹ്മണ്യന്റെ പേരിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കി. ആ ക്ഷേത്രമുള്ള സ്ഥലമാണ് പയ്യന്നൂർ എന്നറിയപ്പെടുന്നത്. പയ്യൻ എന്ന് പറഞ്ഞാൽ പരമശിവന്റെ മകൻ, പയ്യൻ അല്ലെങ്കിൽ മകൻ സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യത്തിന്റെ പേരിൽ ഒരു ക്ഷേത്രം പയ്യന്നൂർ. അവരുടെ തലസ്ഥാന പട്ടണമായിരുന്നു തളി. ആ തലയുടെ മുമ്പിൽ ഒരു വലിയ മൈതാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തളിപ്പറം എന്ന പേരുകൾ. അങ്ങനെ ആ സ്ഥലങ്ങൾ മുഴുവൻ ഈ മൂഷവംശത്തിന്റെ കൺട്രോളിലുള്ള പ്രസിദ്ധമായ കോലാരിയൻ മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരു മൈഗ്രേഷൻ ഉണ്ടായിരുന്നു. ആ കോലാരിയൻ മൈഗ്രേഷന്റെ ഭാഗമായിട്ട് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടായി.
ആ സമയത്താണ് ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ മധ്യ ഏഷ്യയിൽ നിന്ന് ഒരു മൈഗ്രേഷൻ വരുന്നത്. ആ മൈഗ്രേഷന്റെ ഭാഗമാണ് അവിടുത്തെ പ്രസിദ്ധമായ ഒരു ആരാധന. ആ ആരാധനയുടെ ഭാഗം എന്ന് പറയുന്നത് കപ്പലിൽ വന്ന ദൈവം എന്ന് വിളിക്കുന്ന ഒന്നാണ്. അത് അവരുടെ നേറ്റീവ് ഫോക്ക് കൾച്ചറിലാണ് ആരാധന ക്രമം വരുന്നത്. അപ്പോൾ ആ ഒരു ദൈവസങ്കല്പം അല്പം വിദേശത്തു നിന്ന് വരുന്ന ഒരു ദൈവസങ്കല്പമാണ്. അടുത്ത സങ്കല്പം എന്ന് പറയുന്നത് കളബ്രയുടെ രാജവംശമാണ്. ഇത് കളപ്പാപ്പോ ഹിൽസ് എന്ന് പറയപ്പെടുന്ന കർണാടകത്തിൽ നിന്ന് വരുന്ന ഒരു മൈഗ്രേഷനാണ്. അതിന്റെ ഭാഗമായി AD 3-ാം നൂറ്റാണ്ട് തൊട്ട് 7-ാം നൂറ്റാണ്ട് വരെ കേരളം ഭരിച്ച കളബ്രർ എന്ന് പറയുന്ന രാജവംശം, അതൊരു കർണാടക മൈഗ്രേഷനാണ്. അതിന്റെ മെയിൻ പോയിന്റ് ഈ പറയുന്ന കണ്ണൂർ ഏരിയയാണ്. ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ കഥയിലാണ് അദ്ദേഹം കപ്പലിൽ വന്നു എന്ന് പറയുന്നത്. അതായത് ഇറ്റ് വാസ് എ ഫോറിൻ മൈഗ്രേഷൻ ഇൻ ടു കേരള. അത് കഴിഞ്ഞാണ് 7-ാം നൂറ്റാണ്ടിൽ വരുന്ന കാദംബ ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടുള്ള മൈഗ്രേഷൻ. അതിന്റെ ഭാഗമായി ഒരുപാട് ബ്രാഹ്മണരെ കേരളത്തിലേക്ക് കുടിയിരുത്തി. അത് ഏറ്റവും ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻ വരുന്നത് കാസർഗോഡിലെ ആധൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയപ്പെടുന്ന ഇൻസ്ക്രിപ്ഷൻ, ഫസ്റ്റ് സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻ ഇൻ കേരള. അപ്പൊ അവിടുന്ന് ഒരു ആര്യൻ മൈഗ്രേഷൻ വന്നിട്ട് അതിവിടെ മിക്സായി. അത് മിക്സായി നിൽക്കുന്ന സമയത്താണ് മറ്റൊരു മൈഗ്രേഷൻ